ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇന്ത്യൻ ഫുട്ബോൾ നഗരത്തിലെ റോഡുകളുടെ അവസ്ഥ. ആരാത്? വാതില് ചവിട്ടി പൊളിക്കണ്ട, ഞാൻ വന്ന് തുറന്നോളാം. ഹലോ, നീ കേൾക്കുന്നുണ്ടോ? കള്ളന്മാരെ പൈസയൊക്കെ നീ എടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ അടിച്ചു പൊളിക്കണമെങ്കിൽ മര്യാദക്ക് തുറന്നോ. ആരെ പേടിച്ചാ നീ ഇങ്ങനെ വാതിലടച്ച് നിക്കുന്നേ? ഞാൻ നോക്കട്ടെ. നിനക്ക് പറയായിരുന്നില്ല പതിലു പുറത്ത് ആരാ ഉള്ളതെന്ന്? ഇന്ന് നിന്റെ കഴിഞ്ഞാൻ ഓടിക്കൂടാ, ഇറങ്ങി വാടാ. നിന്റെ തല ഞാൻ അടിച്ചു പൊളിക്കൂടാ. ഓട്ടോ, നമ്മുടെ ശരീരത്തിലെ എല്ലാ പാർട്സും അവരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. വേഗം എന്തെങ്കിലുമൊക്കെ ചെയ്യേ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരു പാർട്സും അവര് ബാക്കി വെച്ചേക്കില്ല. എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. അകത്ത് എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? വെളിയിലേക്ക് വാ. നിങ്ങളാരാ? എന്റെ പേര് മേരി, ഇവിടത്തെ ഹൗസ് മെയ്ഡ് ആണ്. ഇവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഞാനാണ് ഉണ്ടാക്കാറ്. എന്റെ 2 മാസത്തെ സാലറി ഇനിയും തന്നിട്ടില്ല. അവരിപ്പോ പുറകുവശം വഴി ഓടുന്നത് ഞാൻ കണ്ടിരുന്നു. നമുക്ക് പൈസ തരാൻ അമ്മക്ക് പറ്റില്ല, എന്നിട്ടാണ് വീട്ടില് ജോലിക്കാരി വെച്ചിരിക്കുന്നത്. പോയി പുറകെ നോക്ക് പോ. പ്ലീസ്, അവരെ പിടിക്കുകയാണെങ്കിൽ എന്റെ സാലറി എങ്ങനെയെങ്കിലും വാങ്ങിച്ചു തരണേ. വേഗം പുറകുവശത്തുള്ള കണ്ടം വഴി ഓടിക്കോളൂ. ചെന്ന് പിടിക്കാൻ നോക്ക്. പൊളിക്കടുത്തല്ലോ. ആരാണോ ഈ സുന്ദരിക്കുട്ടി? ഇത് ഞാൻ തന്നെയാണോ ഈ സുന്ദരി? സീതാറാമ, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കേ. ഞങ്ങളൊരു വലിയ പ്രതിസന്ധിയിലാണ്. പൈസ കൊടുക്കാനുള്ളവരൊക്കെ വന്ന് ഞങ്ങളെ അന്വേഷിച്ചു തുടങ്ങി. നല്ല വിശപ്പുണ്ടായിട്ടും എനിക്ക് സമൂസ കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്റെ പൊന്നെ, നീ കടന്നിങ്ങനെ വിഷമിക്കല്ലേ. പൈസ വാങ്ങിയ ആൾക്കാരെ രക്ഷപ്പെടുന്നതിൽ എനിക്ക് 20 വർഷത്തെ അനുഭവം ഉണ്ടെന്നേ. നോക്കെ, നിങ്ങൾ രണ്ടുപേരും വേറെ രൂപം ധരിച്ച് നടന്നാ മതി. പിന്നെ നിങ്ങൾ ആർക്കും മനസ്സിലാവില്ല. ഞങ്ങൾ എങ്ങനെ രൂപം മാറണോന്നാ പറയുന്നത്? എന്ത് വേഷം ധരിക്കാനാ? അതെ, എനിക്ക് എപ്പോഴും സ്ത്രീ വേഷം കെട്ടി നടക്കാൻ പറ്റില്ലല്ലോ. രൂപം മാറ്റുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ. ഞാൻ പത്രത്തിൽ ഇപ്പൊ ഒരു ഫോട്ടോ കണ്ടതേ ഉള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളുടെ രൂപം മാറ്റി കാണിച്ചു തരാം. പൊളിക്കെടുത്തല്ലോ, പൊളിക്കെടുത്തല്ലോ. സീതാറാം, നീ ആളൊരു പുലിയാണല്ലോ. ഇനി ഒരുത്തരും ഞങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. താങ്ക് യു സീതാറാം. പക്ഷെ ഞങ്ങൾ എന്താ പേര് വെക്കുക? മോട്ടുന്റെ പേര് അമീർ ചന്ദ്, തന്റെ പേര് ഫക്കീർ ചന്ദ്. ഇപ്പൊ നമുക്ക് നേരെ ചായക്കടക്കാരന്റെ അടുത്തേക്ക് പോകാം. നമുക്ക് നോക്കാന്നേ, നിങ്ങളെ ഈ വേഷത്തിൽ അവന് മനസ്സിലാവുണ്ടോ ഇല്ലേന്ന്. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നല്ല മണം. എന്റെ മോട്ടോ, നീ എന്തൊക്കെയാ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാരെ നമ്മളെ കണ്ടുപിടിക്കുന്നേ. നിങ്ങൾ ആ മോട്ടുവിനെ പട്ടിലൂനെ കണ്ടാലും പറഞ്ഞേക്കണം. അവന്മാരെ എല്ലാം ഞങ്ങൾ തല്ലി ഓടിക്കുന്നു. ഞങ്ങൾ കാശ് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇവര് നമ്മളെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് മുങ്ങാന്നേ. ചിങ്കം സാറിന് നമ്മളെ മനസ്സിലായില്ലെന്നാ തോന്നുന്നേ. ഇനി ഇപ്പൊ ആർക്കും നമ്മളെ തിരിച്ചറിയാൻ സാധിക്കില്ല. നമ്മുടെ കഷ്ടപ്പാടിന്റെ ദിവസങ്ങളൊക്കെ അവസാനിച്ചേ. ഇനി സന്തോഷത്തിന്റെ ദിവസങ്ങളാണല്ലോ. എന്റെ അമ്മോ, ഇത് അമീർ ചന്ദ് ഫക്കീർ ചന്ദ് അല്ലേ? ഇവരെ കണ്ടാൽ വെടിവെക്കാനുള്ള ഓർഡർ ഉണ്ടല്ലോ. എന്റെ മോട്ടോ, ചിങ്കത്തിന് മനസ്സിലായി എന്നാ തോന്നുന്നേ. നമ്മുടെ പുറകെ വരുന്നുണ്ട്. പണി പാടി ഓടിക്കോ. അല്ല, ഇയാൾക്ക് എന്ത് പറ്റി? ഹെൽപ്പ്, ഹെൽപ്പ്, ഹെൽപ്പ്! അവിടെ നിൽക്കാൻ. ഓ, ഇൻസ്പെക്ടർ ചിങ്കം ഏതോ ഒരു പ്രതിയെ പിടിക്കാൻ പോവാണെന്ന് തോന്നുന്നത്. അദ്ദേഹത്തെ ഞാൻ സഹായിക്കുകയാണെങ്കിൽ അദ്ദേഹം എന്നെയും പോലീസിൽ ചേർക്കും. ആ, പിന്നീട് ഞാൻ എന്റെ അമ്മോ, ഈ ഡോഗ് എന്തിനാ എന്റെ പുറകെ ഓടി വരുന്നേ? ഡോഗി, എന്റെ അമ്മോ, ആരെയും നിന്ന് രക്ഷിക്കണേ. താഴേക്ക് വരൂ സാറേ, താഴേക്ക് വരൂ. നമുക്ക് അവരെ പിടിക്കണ്ടേ? ഇയാളെ കൊണ്ട് ഒരു ഗുണവുമില്ല. ഞാൻ തന്നെ ഇത് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം. ഒരു മിനിറ്റ്, വേഗം വാ, ഇങ്ങോട്ട് ചാടിക്കോ.
ഇതാകെ തലവേദനയായല്ലോ. ചിങ്കം സാറ് നമ്മളെ കള്ളന്മാരെന്നാ വിചാരിച്ചിരിക്കുന്നേ. മോട്ടോ നമ്മളിപ്പോ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. തൽക്കാലം നമുക്കിത് ഊരി വെക്കാം. ചിങ്കം സാർ ഇവിടുന്ന് പോയതിനു ശേഷം നമുക്ക് വീണ്ടും ഇത് എടുത്തു വെക്കാന്നേ. ഗെറ്റപ്പ് ഇട്ട് നടന്ന ചിങ്കം സാറ്, ഗെറ്റപ്പ് ഊരി വെച്ച നാട്ടുകാര്. എന്റെ മോട്ടോ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. അല്ല ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ എന്തെങ്കിലും ചെയ്. അതായത് കണ്ടോ മോട്ടും പത്ലും. പിടിക്ക്, അവന്മാരെ വെറുതെ വിടരുത്. ഐഡിയ. പത്ലു, നീ ഇതെന്തായി കാണിക്കുന്നത്? അവരുടെ ഇടികൊണ്ട് വയറ് നിറയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഈ ബോട്ട് ഓടിച്ച് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. പിടിക്കവരെ വിടരുത്. വഴിന്ന് മാറടാ. ഓ, നല്ല മണം. എന്റെ മോട്ടോ നീ എന്താ ചെയ്യാൻ പോന്നേ? കുറച്ചുകൂടെ അടുത്തേക്ക്. ഇത്രയും വലിയ സമൂസയോ? ഇവനോ? നിർത്തൂ. രക്ഷിക്കണേ. എത്രയും പെട്ടെന്ന് ഗെറ്റപ്പ് ചേഞ്ച് ചെയ്യാൻ മോട്ടോ, ഇല്ലെങ്കിൽ ഇവരെ നമ്മളെ നിലം തൊടിയിക്കില്ല. ഔ, ഈ മാറിന് നമ്മുടെ പുറകെ തന്നെ കൂടിയിരിക്കുകയാണല്ലോ. അതാണ് നല്ലത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വെടിവെക്കും. അതാ കുറ്റവാളികൾ. എപ്പോഴും പോലീസ് ആകാൻ എനിക്ക് ചാൻസ് ഉണ്ടോ? നിൽക്കാൻ. ഈ ഇൻസ്പെക്ടറെ കൊണ്ട് ഒരു ഗുണവുമില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെ ഇൻസ്പെക്ടർ ആവുന്നതായിരിക്കും നല്ലതെന്നാ. ഇന്ത്യ രാജ്യമാണ് സത്യം, ഭാരത മാതാവാണ് സത്യം. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത് impossible. ഈ പട്ടിക്കുട്ടിക്ക് എന്താ പറ്റിയേ? എന്തിനാ ഇതിങ്ങനെ നമ്മുടെ പുറകിൽ വരുന്നത്? ഇന്നത്തെ ദിവസം പോക്ക. ഇത് കണ്ടില്ലേ, നാട്ടിലുള്ള പട്ടി അടക്കം നമ്മുടെ പിന്നാലെ. Stop in the name of law. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് സാധ്യമല്ല. പോലീസിന്റെ പണി അപകടം പിടിച്ചതാ. നന്നായി, എന്തായാലും നമ്മളെ രക്ഷപ്പെട്ടു. ഒരുത്തരുണ്ട് ഇപ്പോഴും. അവൻ നമ്മുടെ പുറകിൽ നിന്ന് മാറില്ല എന്ന് ശബ്ദം എടുത്തിരിക്കുക. വഴിന്ന് മാറണ. വണ്ടി നിർത്ത്. ഞാനാണ് പറയുന്നത് ബോട്ട് നിർത്താൻ. ഈ ചിങ്കത്തിനടുത്ത് രക്ഷപ്പെടുന്നത് impossible. പറഞ്ഞല്ലോ, ഹൈലി impossible. എനിക്ക് ഇൻസ്പെക്ടറെ സഹായിച്ചേ മതിയാവൂ. ചിങ്കം സാറേ, ദാ ഞാനിത് വന്നു. ചിങ്കം സാറേ, പേടിക്കണ്ട ട്ടോ. ഞാൻ നിങ്ങളെ പുറകെ തന്നെ ഉണ്ട്. എന്റെ അമ്മോ, ഈ ഡോഗ് എന്തിനാ വെറുതെ എന്റെ പുറകെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്? ആരെങ്കിലും രക്ഷിക്കണേ. എന്റെ അമ്മോ, ഈ ഡോഗിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible, highly impossible. ഇതെന്റെ പുറകെ തന്നെ കൂടിയിട്ടുണ്ടല്ലോ. ഇതെന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? എല്ലാ പൊല്ലാപ്പൊന്നും എന്റെ കൂടെ തന്നെയാണല്ലോ യാത്ര. നോൺസെൻസ്. ആ ചെറിയ പാലം കണ്ടില്ല, അതിൽ എന്തായാലും നമ്മളടിക്കും. എന്തെങ്കിലും ഒന്ന് ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കും. ഐഡിയ. സ്പീഡ് കൂട്ടാം, എന്നിട്ട് ആ പാലത്തിന് മുകളിലൂടെ ബോട്ട് ചാടിക്കാം. ചിങ്കത്തിനടുത്ത് രക്ഷപ്പെടുന്നത് impossible. പറഞ്ഞല്ലോ, highly impossible. ഇപ്പൊ പറയൂ 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 പറയൂ. നിങ്ങൾ എവിടെ വെച്ച് തീർക്കണോ അതോ ഞാൻ ജയിലിലേക്ക് കൊണ്ടുപോകണോ? ആരാണ് നിങ്ങൾ? മോട്ടു പത്ലു, നിങ്ങളോ? ഞങ്ങളോട് എന്തിനാ സാറേ ഇത്രയധികം ദേഷ്യം? എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ വെടിവെക്കുന്നത്? അമീർ ചന്ദ്, ഫക്കീർ ചന്ദ് അന്താരാഷ്ട്ര കുറ്റവാളികളോ? കണ്ടാലുടൻ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവോ? എന്റെ ദൈവമേ, നിങ്ങൾ രണ്ടും കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക impossible, impossible. ചാടിക്കോ.